കണ്ടോ, കുറച്ചാണെങ്കിൽ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഇതിനെന്താ നിങ്ങൾക്ക് പറയുന്നതെന്ന് പറയണേ. അപ്പോൾ എനിക്ക് ഇത് തന്ന എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, അവർ പറയുന്ന അമരപ്പയർ എന്നാണ് പറയുന്നത്, പക്ഷെ നമ്മൾ അമരപ്പയർ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എന്താ പറയുക, വാളരിപ്പയർ അങ്ങനെ ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ മമ്മിയോട് ചോദിച്ചപ്പോൾ ഇത് അതല്ലെന്ന് പറഞ്ഞു കേട്ടോ. അറിയില്ല. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പേര് എന്താണെന്ന് പറയണേ. ഇതുണ്ട്, ഇത് നാട്ടിൽ ഉണ്ടായതല്ല, UAE-ലാട്ടോ. അപ്പം നല്ല ഫ്രഷ് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ പയറും വെച്ചിട്ട് ഇന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്താലോ? ഈ ഒരു പാത്രം ഇല്ലേ, നമ്മൾ നാട്ടിൽ മുറമൊക്കെയായിട്ട് നമ്മൾ ഉപയോഗിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഞാനിവിടെ നമുക്ക് മുറത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടെന്ന് പറയുന്ന സജിത കേട്ടോ, സജിത എന്നാണ് പേര്. കൃഷിയൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ തക്കാളിയും എനിക്കൊന്ന് നേരത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം. നേരത്തെ ഒരു തക്കാളിയുടെ ഒക്കെ തോട്ടങ്ങളൊക്കെ ഉള്ള കുറേ തക്കാളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊരു വീഡിയോസൊക്കെ ഞാൻ കാണിച്ചില്ല, അത് അവരുടെ വീട്ടിലാട്ടോ. അന്ന് ഇപ്രാവശ്യം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അത്രയും തക്കാളി ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാധാ തക്കാളി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഇങ്ങനെ ചെയ്ത് കളയുന്നതാണ്ട് കഴിഞ്ഞാൽ എന്നെ ഓടിക്കരി, കാരണം ഇതിൻ്റെ ഇത്രയും തൊലി കളയാനില്ല ശരിക്കും പറഞ്ഞു. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത്. ഈ പയറിൻ്റെ പേരെന്താണെന്ന് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു പയർ വെച്ചിട്ട് നിങ്ങൾ തോരനാണോ ഉണ്ടാക്കുന്നത്, അതോ പിന്നെ മെഴുക്കുവരട്ടിയാണോ കൂടുതൽ ഇഷ്ടം? വീഡിയോസൊക്കെ ആണെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. ഇതാണെങ്കിൽ നമുക്ക് ഇടിച്ച മുളക് ഇട്ടിട്ട് നമുക്ക് മെഴുക്കുവരട്ടി പോലെ ആണെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ തോരനായിട്ട് വന്നു കേട്ടോ. നമുക്ക് തോരൻ എന്ന് പറയുമ്പോൾ തേങ്ങയൊക്കെ ഇട്ടിട്ടില്ലേ, അങ്ങനെ നമുക്ക് തോരനാക്കി എടുക്കാം. പിന്നെ മെഴുക്കുവരട്ടിയായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പച്ചമുളകില്ലേ, പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ ഇത് അരിഞ്ഞിട്ട് അത് മാത്രമായിട്ട് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. സവാളയൊന്നും എടുക്കില്ല, സവാളയൊന്നും ഇടാതെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു, സിമ്പിളായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങ് നല്ലൊരു കറിക്കുള്ളതുണ്ട് കേട്ടോ. ഒരു നേരത്തെ കറിക്കുള്ളത് സുഖമായിട്ടുണ്ട്. ഇതാണെങ്കിൽ തന്നെയായിട്ട് ഒരു കൂട്ടാനുള്ളതുകൊണ്ട് തോരനോ മെഴുക്കുവരട്ടിക്കോ ഒക്കെ ചെയ്യാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയക്കുറവ് കാരണം കൊണ്ടാണ് പലരും കൃഷിയൊന്നും ചെയ്യാത്തത്. കുറച്ചെങ്കിലും കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ പണ്ടൊക്കെ കാണിച്ചിട്ടില്ലേ, ഒരു ചെറിയൊരു പിന്നെ ചട്ടിയിലായാലും എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൃഷിയൊക്കെ ചെയ്യും ആൾക്കാർ. ഞാൻ ഇതിൻ്റെ ആണെങ്കിലും ഒന്ന് മുറിച്ചിട്ടിട്ട് വരാവേ. ഈ ഒരു കളഞ്ഞു. എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നമ്മൾ മേടിക്കുന്ന ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കണേ. ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ നേരെ കിച്ചണിൽ കയറിയതാണ്. ഇനിയിപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം, ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. മിക്ക ദിവസവും ഇങ്ങനെയാണ്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ കയറും. പിന്നാണ് കാരണം ആ പണി കഴിഞ്ഞ് കിട്ടുമല്ലോ,
ഇപ്പോൾ വൈകിട്ടത്തേന് ഫുഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് മാത്രം വെച്ചാൽ മതി. ഉപ്പിടുവാണേ. കുറച്ച് ഉപ്പിടുന്നുള്ളൂ, കാരണം കുറഞ്ഞു പോയാൽ പിന്നെ ഇടാം. ഇതിന് ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ടേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ ഇനി ആവിയിലത് വെന്ത് കിട്ടട്ടെ.